ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, ഇന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഒന്ന്, നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമ്മൾ വളരണമെങ്കിൽ നമ്മളെ തന്നെ ഒരു പരിധി വരെ അവിശ്വസിക്കാൻ പഠിക്കണം. രണ്ട്, നമ്മൾ ദൈവത്തെ പൂർണ്ണമായിട്ട് കോൺഫിഡൻസിൽ എടുക്കാനായിട്ട് പഠിക്കണം. ഈ രണ്ട് കാര്യങ്ങൾ നമ്മൾ പഠിക്കണം. ഒന്ന്, നമ്മളൊരു പരിധി വരെ അങ്ങ് അവിശ്വസിക്കുക. ദൈവത്തിൽ പൂർണ്ണമായിട്ട് ആശ്രയിക്കുക. ഈ രണ്ട് കാര്യങ്ങളാണ് സഹോദരങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, ഞങ്ങളുടെ ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ഞങ്ങൾ തിരിച്ചറിയുന്നുണ്ട്, ഞങ്ങളെക്കൊണ്ട് ഒന്നും ചെയ്യാനായിട്ട് സാധിക്കുകയില്ല. ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട്, ഒരുപാട് നന്മകൾ ചെയ്യുന്നുണ്ട്. പക്ഷേ അവസാനം ഞങ്ങൾ തിരിച്ചറിയുകയാണ്, കർത്താവേ, ഇതൊന്നും അല്ലല്ലോ കർത്താവേ, ഇതുകൊണ്ടൊന്നും ആയില്ലല്ലോ എന്ന് ഞങ്ങൾ തിരിച്ചറിയുകയാണ്. ഞങ്ങളൊന്നും അല്ലാതായി മാറുകയാണ്. കർത്താവേ, ഞങ്ങൾ വലിയൊരു ഒന്നുമല്ലായ്മയാണെന്ന്, എന്നാൽ അങ്ങയുടെ കരുണയാൽ അങ്ങയിൽ ആശ്രയിക്കുമ്പോൾ ഞങ്ങൾ എല്ലാമായി മാറുന്നു, അങ്ങയുടേതായി മാറുന്നു. ഈ ഒരു അനുഭവത്തിലേക്ക് വരാൻ ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ കന്യകാമാതാവേ, അമ്മയുടെ മാധ്യസ്ഥ ഞങ്ങൾക്ക് തരണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, നമ്മളെ തന്നെ ഒന്ന് അവിശ്വസിക്കാൻ ഞാൻ നിങ്ങളെ ഒന്ന് പരിശീലിപ്പിക്കാനായിട്ട് ശ്രമിക്കുകയാണ്. എന്തുമാത്രം വിജയിക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, എങ്കിലും നമുക്കൊന്ന് കടന്നു പോകാം. വചനങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകാനായിട്ട് പോകുന്നത്. ഒന്നാമതായി, നമ്മളെ തന്നെ അവിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മളിങ്ങനെ കരുതണം, എൻ്റെ ശക്തി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല, എൻ്റെ ശക്തി കൊണ്ട് എനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് നമ്മൾ ആദ്യമായിട്ട് ആഴമായൊരു ബോധ്യം നമുക്ക് ഉണ്ടായാൽ ഭയങ്കര ഒരു അഭിഷേകമായി. കൊരിന്ത്യർ എഴുതിയ 2-ാം ലേഖനം 1-ാം അധ്യായം 9-ാമത്തെ തിരുവചനം പൗലോസ് ഇങ്ങനെ പറയുകയാണ്, തങ്ങളിൽ ആശ്രയിക്കാതെ തങ്ങളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുന്നവനിൽ ആശ്രയിക്കുക. തങ്ങളെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കാൻ കഴിവുള്ളവനിൽ ആശ്രയിക്കുക. നമ്മളൊന്നുമല്ല. നമ്മൾ മരണത്തിന് മുമ്പിൽ നമ്മൾ എന്താ, എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? നമ്മൾ എന്തെങ്കിലും ആണെന്ന് വിചാരിക്കുന്നവൻ വരെ മരണത്തിന് മുമ്പിൽ അവൻ എന്താ? ഒന്നുമല്ല, അല്ലെ? അവൻ എത്ര വലിയ രാജാവായാലും, എത്ര വലിയ കോടീശ്വരനായാലും, എത്ര വലിയ സ്ഥാനമാനങ്ങൾ നേടിയവനായാലും അവസാനം മരണത്തിൻ്റെ മുമ്പിൽ നമ്മളൊന്നും അല്ലാതായി തീരില്ലേ? അലക്സാണ്ടർ ദി ഗ്രേറ്റിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വളരെ ചെറുപ്പകാലഘട്ടത്തിൽ മരിക്കുന്ന സമയത്ത് അദ്ദേഹം ഈ ലോകം മുഴുവൻ കീഴടക്കിയ പോലെയാണ്. അദ്ദേഹം 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തിടാനായിട്ട് ആവശ്യപ്പെട്ടതനുസരിച്ച് അദ്ദേഹത്തിൻ്റെ 2 കൈകളും ശവമഞ്ചത്തിന് പുറത്തിട്ട് അദ്ദേഹത്തിൻ്റെ ശവടക്ക് നടക്കിയത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാരണമുണ്ട് അതിന്. അദ്ദേഹം പറഞ്ഞ കാരണം ഇതാണ്, എൻ്റെ കൈ പുറത്തേക്ക് ഇടണം. കാരണം ഈ അലക്സാണ്ടർ, ലോകം മുഴുവൻ കീഴടക്കിയ അലക്സാണ്ടർ മരണത്തിന് മുമ്പിൽ ഒന്നും കൊണ്ടുപോകുന്നില്ല, എല്ലാം ഇവിടെ തന്നെ ഇട്ട്. നമ്മളൊന്നുമല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. രണ്ടാമത്തെ ഒരു കാര്യം, നമ്മളെ തന്നെ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. നമ്മൾ എന്തോ ആണെന്ന് നമ്മൾ വിചാരിക്കരുത്. അത് വചനം വളരെ വ്യക്തമായിട്ട് നമ്മൾ പഠിപ്പിക്കുക. ഗലാത്യ ലേഖനം 6-ാം അധ്യായം 3-ാമത്തെ തിരുവചനം, ഒരുവൻ താൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നവൻ, തങ്ങളിൽ തന്നെ ഞാൻ എന്തോ ആണെന്ന് ഭാവിക്കുന്നവൻ, അത് ആത്മവഞ്ചനയാണെന്നാണ് പറയുന്നത്. ആത്മവഞ്ചന, നമ്മളൊന്നുമല്ല. നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അവിടെ നമ്മുടെ കാര്യം കഴിഞ്ഞു. അതുകൊണ്ട് മത്തായിയുടെ സുവിശേഷം 26-ാമത്തെ അധ്യായം 41-ാമത്തെ തിരുവചനത്തിൽ കർത്താവ് ഇങ്ങനെ പറയുന്നത്, ശരീരം ബലഹീനമാണ്, നിങ്ങൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ. ഞാൻ ചിലപ്പോഴൊക്കെ ചിന്തിച്ചിട്ടുണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഇതൊക്കെ അതിജീവിക്കാൻ പറ്റും, ഇതൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. പക്ഷേ എന്താ എൻ്റെ വിഷയം എന്നറിയാമോ? അതുവഴി ഒരുപാട് പ്രശ്നങ്ങൾ അതിൻ്റെ പിന്നിൽ ഉണ്ടായിട്ടുമുണ്ട്. എനിക്കൊരു കാര്യം മനസ്സിലായി, നമ്മൾ ചെയ്യുക എന്ന് പറയുന്ന ആ സാധനം അത് മാത്രമല്ല, അതിനോടനുബന്ധിച്ച് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമ്മുടെ ഇടവക ദിനം നടത്തിയെന്ന് വിചാരിക്കുക. ഒരു ഇടവകയിൽ ഒരു വികാരിച്ചൻ ഇടവക ദിനം നടത്തുന്നു.
ഗംഭീരമായിട്ട് നടത്തുന്നു. അത് നടത്താൻ പറ്റും, ഉറപ്പായിട്ടും. അത് നടത്താൻ പറ്റില്ല എന്നല്ല നമ്മൾ പറയുന്നത്. നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് അതല്ല നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത്. എന്താണെന്നറിയാമോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ? അത് നടത്തുമ്പോൾ ഭയങ്കര കൃപ. അത് നടത്തുമ്പോൾ ഇടവക മുഴുവൻ ഒരു ആനന്ദം, ഇടവകയിൽ മുഴുവൻ ഒരു സന്തോഷം, എല്ലാവർക്കും ഒരു തൃപ്തി. എല്ലാവർക്കും എന്ന് പറയുമ്പോൾ സാധിക്കുന്ന, മാനുഷികമായിട്ട് സാധിക്കുന്ന എല്ലാവർക്കും ഒരു തൃപ്തി, ഇടവകയോട് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്, കർത്താവിൻ്റെ ആലയത്തിനോട് കൂടുതൽ സ്നേഹം. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? നമുക്കൊരു ഇടവക കലാപരിപാടികൾ കുറച്ച് നടത്താമെന്നല്ലാതെ അതിലപ്പുറത്തേക്ക് നമുക്ക് കടക്കാൻ പറ്റുമോ? നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുത് നമ്മളെ. നമ്മൾ ഇത്രയേ ഉള്ളൂ, ഇത്രയും വരെ എനിക്ക് പോകാൻ പറ്റൂ എന്ന് തിരിച്ചറിയുന്നിടത്താണ് നമ്മൾ കർത്താവിൽ ആശ്രയിച്ച് തുടങ്ങുക. അപ്പോൾ മൂന്നാമത്തെ കാര്യം അതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ ബലഹീനരാണെന്ന് തിരിച്ചറിഞ്ഞ് നമ്മൾ കർത്താവിനെ അങ്ങ് ആശ്രയിക്കുക. നമ്മളൊന്നുമല്ല. യോഹന്നാൻ്റെ സുവിശേഷം 15-ാമത്തെ അധ്യായം 5-ാമത്തെ തിരുവചനം കർത്താവ് ഇങ്ങനെ പറയുന്നില്ലേ, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. ഭയങ്കര ഒരു വചനമായിപ്പോയി അല്ലേ? എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ. ശരിക്കും നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിക്കുക എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. നമ്മൾ ഇന്ന് ജീവിച്ചിരിക്കുന്നത് നമ്മുടെ കഴിവുകൊണ്ടാണോ? ആത്മാർത്ഥമായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയേ. കൊറോണ വന്ന് എത്രയോ ആളുകൾ മരിച്ചു അല്ലേ? മരിച്ചവരെല്ലാം മോശമാണെന്നൊന്നുമല്ല, അവരെ കർത്താവ് വിളിച്ചു. നമ്മളെ വിളിക്കാതിരുന്നത് കർത്താവിൻ്റെ കാരുണ്യം കൊണ്ടാണ്. ഇപ്പോൾ വിളിക്കാതിരുന്നത് അവരെ വിളിച്ചതും കർത്താവിൻ്റെ കാരുണ്യമാണ്. രണ്ടും കർത്താവിൻ്റെ കാരുണ്യമാണ്, ഒരു സംശയമില്ല. അപ്പോൾ എന്നെക്കൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങളാണ് എൻ്റെ ജീവിതം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞത്, നിൻ്റെ മുടിയിഴ കറുപ്പിക്കാനോ വെളുപ്പിക്കാനോ നിനക്ക് സാധിക്കില്ല. നമ്മളിപ്പോൾ ഡൈ ചെയ്തൊക്കെ തുടങ്ങി. അപ്പോൾ ആ വചനം നോക്കുമ്പോൾ ഞാൻ ആലോചിക്കും, കർത്താവ് ഇപ്പോൾ കറുപ്പിക്കാനൊക്കെ പറ്റുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ എൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ചിന്തിച്ചിട്ടുണ്ട്. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എത്ര കറുപ്പിച്ചാലും എന്നാ നമുക്ക് ശരിക്കും കറുപ്പിക്കാൻ പറ്റുമോ? കറുപ്പായിട്ട് അഭിനയിപ്പിക്കാനല്ലേ നമുക്ക് പറ്റുന്നുള്ളൂ അല്ലേ? ശരിക്കും കറുപ്പിക്കാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ഉള്ളിലെപ്പോഴും അത് വെള്ളം തന്നെയാണ്. അപ്പോൾ നമുക്ക് കർത്താവിൻ്റെ വചനം കർത്താവ് പറയുന്നത്, ഒരു മാറ്റമില്ല മോനെ, ഈ വചനത്തിനൊന്നും യാതൊരു മാറ്റവും ഇല്ല. നിൻ്റെ ആയുസിൻ്റെ ദൈർഘ്യം ഒരു മുഴമെങ്കിലും കൂട്ടാൻ നിനക്ക് പറ്റും. ശരിക്കും പറ്റുമോ? കർത്താവിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യമല്ലേ? അപ്പം നമ്മളെക്കൊണ്ട്, ദൈവത്തിനെ കൊണ്ടേ സാധിക്കൂ, എന്നെക്കൊണ്ട് സാധിക്കില്ല എന്നുള്ള ഒരു തിരിച്ചറിവ്. ഇപ്പം നമ്മളൊരു കുടുംബം കല്യാണം കഴിക്കാൻ നമുക്ക്, എന്നാൽ ശരിക്കും വിവാഹമാകാൻ നമ്മുടെ കഴിവുകൊണ്ടത് സാധിക്കുകയില്ല തന്നെ. എനിക്ക് അച്ഛനാവാം, കർത്താവ് വിളിച്ചിട്ടുണ്ട്, എനിക്കൊരു പട്ടം കിട്ടി, അച്ഛനാവാം, എന്നാൽ ശരിക്കും ഒരു പുരോഹിതനാകാൻ കർത്താവില്ലാതെ പറ്റില്ല തന്നെ, ഒരിക്കലും പറ്റില്ല. എൻ്റെ പ്രിയമുള്ള സഹോദരൻ, ഈ ഒരു തിരിച്ചറിവുണ്ടല്ലോ, ഇത് ഭയങ്കരമായിട്ടൊരു ബലമാണ് നമുക്ക് നൽകുക. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഇങ്ങനെ പറയും, നാലാമതായിട്ട് പറയാനായിട്ട് ആഗ്രഹിക്കുന്ന, എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണെന്ന് ഏറ്റുപറയുക. എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണെന്ന് ഏറ്റുപറയുക. ജെറമ്യ പ്രവചനം 17-ാം അധ്യായം 5-ാമത്തെ തിരുവചനം ഇങ്ങനെ പറയുകയാണ്, നിങ്ങൾ വേറെ നന്മ നോക്കരുത്, മനുഷ്യനിൽ ആശ്രയിക്കുന്നവൻ ശപ്തൻ എന്നാണ് പറയുന്നത്, ശപിക്കപ്പെട്ടവൻ എന്നാണ് പറയുന്നത്. എന്തൊരു കട്ടിയാണല്ലേ? അത് തന്നെയാണ് ഏശയ്യാ പ്രവചനം 31-ാമത്തെ അധ്യായം 1-ാമത്തെ തിരുവചനം പറയുന്നത്. കുതിരയിൽ ആശ്രയിക്കുന്നവരുണ്ട്, അതിൻ്റെ എണ്ണത്തിൽ ആശ്രയിക്കുന്നവരുണ്ട്, ഈജിപ്തിലേക്ക് ശക്തിക്ക് വേണ്ടി തിരിച്ചു പോകുന്നവരുണ്ട് എന്നൊക്കെ കർത്താവിൻ്റെ വചനം ഏശയ്യാ പ്രവചനം 31:1 പറയുകയാണ്. എല്ലാ നന്മയും ശക്തിയും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മുടെ ആശ്രയം മുഴുവൻ എങ്ങോട്ട് പോകും? ദൈവത്തിലേക്ക് പോകും. കുതിരയിൽ പോവോ? കുതിരയുടെ എണ്ണത്തിൽ പോവോ? ഈജിപ്തിലേക്ക് പോവോ? പോവില്ല. അപ്പം എല്ലാ നന്മയും ദൈവത്തിൽ നിന്ന് വരുന്നു എന്ന് തിരിച്ചറിയാനായിട്ട് നമുക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇനി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, എങ്ങനെയാണ് ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ, എൻ്റെ ബലഹീനതയാണ്, എനിക്കൊരു കാര്യം പോലും പൂർണ്ണമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കില്ല എന്നുള്ളൊരു തിരിച്ചറിവ്, നമ്മൾ ഒന്നുമല്ല, നമ്മൾ ഓവർ എസ്റ്റിമേറ്റ് ചെയ്യരുതെന്നുള്ള അറിവ്, ദൈവത്തെ കൂടാതെ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ള അറിവ്, എല്ലാ നന്മയും ദൈവത്തിൽ നിന്നാണെന്നുള്ള ഒരു തിരിച്ചറിവ്. ഈ 4 കാര്യങ്ങൾ ഉണ്ടാകാനായിട്ട് അപ്പോൾ നമ്മളെ തന്നെ ഒന്ന് അവിശ്വസിക്കാൻ ഒരു പരിധിവരെ നമ്മളൊന്ന് പരിശ്രമിക്കുകയാണ് കേട്ടോ. നമ്മൾ ചെയ്യാൻ പോകുന്ന ഒന്നാമത്തെ കാര്യം, ഈ 4 അറിവുകളിലേക്ക് നമ്മൾ എത്തണം. അതിലേക്ക് എത്താനായി 4 കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് നല്ലതാണ്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ ബലഹീനതകളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുക. ധ്യാനിക്കുന്നെങ്കിൽ എന്തിനെക്കുറിച്ച് ധ്യാനിക്കുക? ബലഹീനതയെക്കുറിച്ച് അങ്ങ് ധ്യാനിച്ചോ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. കൊറിന്തോസുകാർക്ക് എഴുതിയ 2-ാം ലേഖനം 12-ാമത്തെ അധ്യായം 10-ാമത്തെ തിരുവചനത്തിൽ പൗലോസ്ലീഹ പറയുന്നത് എന്നാ? എൻ്റെ ബലഹീനതകളെക്കുറിച്ചാണ് ഞാൻ ധ്യാനിക്കുന്നത്, പ്രശംസിക്കുന്നത്. എൻ്റെ ബലഹീനതയിൽ എൻ്റെ കർത്താവിൻ്റെ ശക്തി പ്രകടമാകും, എനിക്ക് കർത്താവിൻ്റെ കൃപ മതി എന്ന് ആ മനുഷ്യൻ പറയുന്നില്ലേ? അപ്പോൾ നമ്മുടെ ബലഹീനതകളെക്കുറിച്ച് നമ്മൾ ധ്യാനിക്കുക. നമ്മുടെ
ഏറ്റവും പ്രിയപ്പെട്ട ദാവീദ്, ദൈവത്തിൻ്റെ ഹൃദയം അങ്ങ് സ്വന്തം ഹൃദയം ദൈവത്തിൻ്റെ ഹൃദയത്തോട് ഏറ്റവും അടുപ്പിക്കാൻ ശ്രമിച്ച ഒരു രാജാവാണ്. ഈ രാജാവ് കർത്താവിന് മുന്നിൽ ഒന്നുമല്ലാതിരിക്കെ, ഒരു കൊച്ചു പയ്യനായിരിക്കെ അവൻ ഗോലിയാത്തിനെതിരെ യുദ്ധത്തിന് പോവാണ്. അവൻ്റെ ഉള്ളിൽ മുഴുവനുള്ള ചിന്ത തന്നെ മുഴുവൻ അവൻ്റെ ബലഹീനത എല്ലാവർക്കും അറിയാം. എല്ലാവരേക്കാൾ കൂടുതൽ ആർക്കറിയാം? ദാവീദിനറിയാം. സ്വന്തം ബലഹീനതകളെക്കുറിച്ച് ധ്യാനിക്കുക, ദൈവം വിജയം തരും. രണ്ടാമതായിട്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തോട് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സഹായം ചോദിച്ചുകൊണ്ടിരിക്കുക. നിങ്ങൾ ചോദിക്കാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എപ്പോഴെങ്കിലും ദൈവത്തോട് സഹായം ചോദിച്ചിട്ടുണ്ടോ? എന്തെങ്കിലും വേണം എന്ന് ചോദിക്കുന്നതല്ല ഞാൻ പറയുന്നത്. എനിക്കത് വേണം, എനിക്ക് ജയിക്കണം, അതല്ല എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ. ഞാൻ ഇന്ന് ഇന്ന കാര്യം ചെയ്യാൻ പോവാണ് കർത്താവേ, ഇന്ന പ്രവൃത്തി ചെയ്യാൻ പോവാണ്, ഇന്ന നന്മ ചെയ്യാൻ പോവാണ്, എൻ്റെ ഇടവക്കാരോട് ഞാൻ ഇന്ന പ്രസംഗം പറയാൻ പോവാണ്. കർത്താവെ എന്നെ സഹായിക്കണമേ, കർത്താവ് എന്നെ സഹായിക്കണമേ. സങ്കീർത്തനം 121 ഒന്നാമത്തെ തിരുവചനം എന്താണ് കർത്താവിൻ്റെ വചനം പറയുന്നത് അറിയാമോ? എനിക്ക് സഹായം എവിടെ നിന്ന് വരും? മലമുകളിലേക്ക് ഞാൻ കണ്ണുകൾ ഉയർത്തുന്നു. എനിക്ക് സഹായം എവിടെ നിന്ന് വരുന്നു? എനിക്ക് സഹായം കർത്താവിൽ നിന്ന് വരുന്നു. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിൽ നിന്ന് എനിക്ക് സഹായം വരുന്നു. അപ്പം നമ്മൾ എൻ്റെ ഏറ്റവും ആഗ്രഹത്തോടു കൂടിയിട്ട് നമ്മൾ കർത്താവിനോട് നമ്മുടെ സഹായം ചോദിക്കണം. അതാണ് രണ്ടാമതായിട്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സങ്കീർത്തനം 73 അധ്യായം 26 തിരുവചനം എങ്ങനെ പറയണം? ദൈവമാണ് എൻ്റെ ബലം, എൻ്റെ സഹായം ദൈവമാണ്. ആ ദൈവത്തോട് ചോദിക്കുക. പത്രോസ്ലീഹ എഴുതിയ 1 ലേഖനം 5 അധ്യായം 6 മുതലുള്ള വാക്യങ്ങളിൽ പറയുന്നില്ലേ, നിന്റെ കാര്യത്തിൽ കർത്താവ് ശ്രദ്ധാലുവാണ്. അവിടുന്ന് നിന്നെ ഉയർത്തും. അവിടുത്തെ കരങ്ങളിൽ നീ കരത്തിൻ്റെ കീഴിൽ നീ താഴ്മയോടെ നിൽക്കുക, തക്ക സമയത്ത് അവിടുന്ന് ഉയർത്തിക്കൊള്ളും. അപ്പോൾ നമ്മുടെ സഹായം മുഴുവൻ നമ്മൾ കർത്താവിനോട് ചോദിക്കുക. മൂന്നാമത്, നമ്മളെ അവിശ്വസിക്കുന്ന ഒരു ശീലമാക്കുക. എപ്പോഴും നമ്മളൊരു എക്സാമിനേഷൻ ഓഫ് കോൺഷ്യൻസ്, അങ്ങനെയാണ് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മളൊരു ആത്മശോധന നടത്തുക. ആത്മശോധന നടത്തുന്നത് വളരെ നല്ലതാണ്. എന്നെക്കുറിച്ച് തന്നെ അവിശ്വസിക്കാൻ ഇന്ന് ഞാൻ ശരിക്കും കർത്താവിൻ്റെ എത്ര കൽപ്പന പാലിച്ചിട്ടുണ്ട്? ഇന്ന് ഞാൻ കർത്താവിനെ എന്തുമാത്രം സ്നേഹിച്ചിട്ടുണ്ട്? ഇന്ന് ഞാൻ എത്ര പേരെ ആത്മാർത്ഥമായിട്ട് സഹായിച്ചിട്ടുണ്ട്? എത്ര പേരെ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടുണ്ട്? എത്ര പേരെ ആത്മാർത്ഥമായിട്ട് സ്നേഹത്തോടെ പുഞ്ചിരിച്ചിട്ടുണ്ട്? നമ്മൾ നോക്കിക്കഴിയുമ്പോൾ എന്താ മനസ്സിലാവുന്നത്? നമ്മളെവിടെയും എത്തിയിട്ടില്ല അല്ലേ? ഒരു ആത്മശോധന നടത്തുന്നത് നല്ലതാണ്. അതുകൊണ്ടാണ് വചനം ഇങ്ങനെ പറയുന്നത്. കൊറിന്തോസുകാർക്ക് എഴുതിയ 2 ലേഖനം 13 അധ്യായം 5 തിരുവചനം, നിന്റെ വിശ്വാസം നീ പരിശോധിക്കുക, പരിശോധിച്ചറിയുക. യേശുക്രിസ്തു ഇപ്പോഴും നിന്റെ ഉള്ളിലുണ്ട് എന്ന് നിനക്ക് ബോധ്യമായിട്ടില്ലേ? ഇല്ലെങ്കിൽ ഇത്രയും നാൾ ഞങ്ങൾ പ്രസംഗിച്ചത് വ്യർത്ഥമെന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ നമ്മളൊന്ന് പരിശോധിച്ചറിയാനായിട്ട് ആവശ്യപ്പെടുകയാണ്. പരിശോധിച്ചറിഞ്ഞ് തിരിച്ചറിഞ്ഞ് അപ്പോൾ നമ്മളെ തന്നെ അവിശ്വസിക്കാൻ ഒരു കാരണം നമുക്ക് അഡീഷണലായിട്ട് കിട്ടിക്കോളും. വിലാപങ്ങളുടെ പുസ്തകം 3 അധ്യായം 40 തിരുവചനം ഇങ്ങനെയാണ് പറയുന്നത്, മനുഷ്യ നീ സൂക്ഷ്മമായി നിന്നെ തന്നെ പരിശോധിക്കുക. സൂക്ഷ്മമായി പരിശോധിക്കുക. വെറുതെ പരിശോധിക്കാനല്ല പറയുന്നത്. നമ്മൾ ഈ സൂക്ഷ്മദർശിനിയൊക്കെ വെച്ചിട്ട് നമ്മൾ പരിശോധിക്കുന്ന പോലെ, മൈക്രോസ്കോപ്പൊക്കെ വെച്ച് പരിശോധിക്കുന്ന പോലെ നമ്മളെ തന്നെ പരിശോധിക്കാനാണ് വിലാപങ്ങളുടെ പുസ്തകം. നമ്മൾ ആരെ പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ഇന്ന് നിങ്ങളെ പരിശോധിച്ചിട്ടുണ്ടോ? മിക്കവാറും ഉണ്ടാവില്ല. ആരെയാണ് ഇന്ന് പരിശോധിച്ചിട്ടുണ്ടാവുക? ഡോക്ടറുടെ പോലെ എല്ലാവരും ബാക്കിയുള്ളവരെ മുഴുവൻ പരിശോധിച്ചുകൊണ്ടിരിക്കും. അവൻ്റെ പ്രശ്നം എന്നാ, അവൻ്റെ തിന്മ എന്താ, അവൻ എന്നോട് പ്രവർത്തിച്ചത് എന്നാ, അതൊക്കെ നമ്മൾ പരിശോധിക്കുന്നത് നമ്മളെ സൂക്ഷ്മമായി പരിശോധിക്കാൻ വിട്ടുപോകും. ഇതാണ് എൻ്റെ പ്രിയമുള്ള സഹോദരൻ്റെ മൂന്നാമത്തെ കാര്യം. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. അപ്പോൾ നമ്മളെ തന്നെ വിശ്വസിക്കാനുള്ള നമ്മുടെ അമിതമായിട്ടുള്ള ഒരു ആഗ്രഹം അങ്ങ് കുറഞ്ഞോളും. നാലാമത്തെ കാര്യം, ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും, നമ്മളൊരു കൊച്ചു തെറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക, ഒരു ചെറിയ തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ വിചാരിക്കുക നമ്മൾ എത്ര മോശമാണെന്ന് നമ്മൾ അങ്ങ് വിചാരിക്കുക. നമ്മൾ ചെറിയ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് തന്നെ, ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതാണ്, ഈ തെറ്റ് തന്നെ വേറൊരാൾ ചെയ്താലോ ഭയങ്കര സംഭവമായി. ഞാൻ ചിലപ്പോൾ ആലോചിക്കാറുണ്ട്, ചില അമ്മമാർ വീട്ടിലിരുന്ന് കുട്ടികളെ പഠിപ്പിക്കുമ്പോൾ നല്ല അടി കൊടുക്കുന്നത് നമ്മൾ റോട്ടിൽ കൂടെ ഒക്കെ നടക്കുമ്പോൾ കാണാം. എന്നിട്ട് പറയും, മര്യാദയ്ക്ക് പഠിക്കടാ, നീ എന്താണ് പഠിക്കാത്തത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര അടിയും ബഹളമൊക്കെ. ഈ വീട്ടിൽ കയറി ഈ സ്ത്രീയുടെ അടുത്ത് നമ്മൾ ചോദിക്കുക, സഹോദരി ഈ ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് എങ്ങനെയായിരുന്നു അല്ലേ? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ അല്ലേ, ശരിയല്ലേ? അപ്പോൾ നമ്മൾ എന്താ ചെയ്യണത്? നമ്മൾ ചെയ്ത ഒരു തെറ്റ് നമ്മൾ ചെയ്യുന്ന സമയത്ത് വളരെ ചെറുതും, വേറൊരാൾ ചെയ്ത് കഴിഞ്ഞാൽ അത് ഭീകരമായിട്ടുള്ളൊരു
പ്രശ്നമായിട്ട് കരുതുന്ന അവസ്ഥ നമ്മളെടുത്ത് മാറ്റുക. സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാമത്തെ അധ്യായം 23-ാമത്തെ തിരുവചനം പറയാം, ഹൃദയത്തിൽ നിന്നാണ് എല്ലാം വരുന്നത്. എല്ലാം ഹൃദയത്തിൽ നിന്നാണ് വരുന്നത്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 34-ാമത്തെ വചനത്തിൽ പറയുന്നില്ലേ, എല്ലാ തിന്മകളും വരുന്നത് ഹൃദയത്തിൻ്റെ നിറവിൽ നിന്നാണ് എല്ലാം വരുന്നത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുക. അപ്പം നമ്മൾ ചിന്തിക്കുന്നത് തന്നെ നമ്മൾ ഭയങ്കര മോശക്കാരാണെന്ന് നമ്മൾ ചിന്തിക്കണം. വേറൊരാളും മോശക്കാരനല്ല. ആരാണ് മോശക്കാരൻ? ഞാനാണ്. ഇത് ചെയ്തു കഴിഞ്ഞാൽ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നമുക്ക് ന്യായമായും ഈ 4 എക്സസൈസ് നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ, അതായത് 1 നമ്മുടെ ബലഹീനതകളെ പറ്റി ധ്യാനിക്കുക, 2 കർത്താവിനോട് കൂടെ സഹായം ചോദിക്കുക, 3 നമ്മളെ തന്നെ പരിശോധിക്കുക, 4 നമ്മളൊരു തെറ്റ് ചെയ്യുമ്പോഴേക്കും നമ്മൾ എത്ര ബലഹീനരാണ്, എത്ര മോശമാണ് എന്ന് നമ്മളങ്ങ് പ്രസ്താവിക്കുക നമ്മുടെ ഉള്ളിൽ. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പതുക്കെ നമ്മളെ അവിശ്വസിക്കുന്നത് ആരംഭിക്കും. അത് വളരെ പോസിറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ, നെഗറ്റീവായിട്ടുള്ള അർത്ഥത്തിൽ നിരാശപ്പെടാൻ വേണ്ടിയിട്ടല്ല ഞാനിത് പറയുന്നത്, മറിച്ച് എന്തിനു വേണ്ടിയിട്ടാണ്? അതാണ് 2ാമത്തെ കാര്യം, എൻ്റെ കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെടാൻ വേണ്ടിയിട്ടാണത്. എൻ്റെ കർത്താവിൽ പൂർണ്ണമായി ശരണപ്പെടാൻ വേണ്ടിയിട്ടാണ് ഞാൻ എന്നെ തന്നെ അധികം ആശ്രയിക്കാതിരിക്കുന്നത്. ഗോലിയാത്ത് എന്താ ചെയ്തത്? ഗോലിയാത്തിൽ അങ്ങ് ആശ്രയിച്ചു. അവൻ്റെ ശക്തി, അവൻ്റെ വലിപ്പം, അവൻ്റെ ആരോഗ്യം, അതിലൊക്കെ അങ്ങ് ആശ്രയിച്ചു. എന്നാൽ നമ്മുടെ ദാവീദാകട്ടെ 4 കല്ലും ഒരു കവണയൊക്കെ കൊണ്ടുപോയി ആ മനുഷ്യൻ ആരിലാണ് ആശ്രയിച്ചത്? അവൻ ആശ്രയിച്ചത് അവനിലല്ല, ദൈവത്തിലാണ്. ഈ ഒരു സാധനം എൻ്റെ പ്രിയമുള്ള സഹോദരൻ കടന്നു വരണം. പിന്നെ ഇപ്പോൾ ദൈവത്തിലേക്ക് വിശ്വസിക്കാനായി, പൂർണ്ണമായിട്ട് ശരണപ്പെടാനായിട്ട് ഞാൻ 2 കാര്യങ്ങളെ നിങ്ങളോട് പറയുന്നുള്ളൂ. വിശ്വസിക്കാനായിട്ട് 4 കാര്യം പറഞ്ഞു, എന്നാൽ ദൈവത്തിൽ വിശ്വസിക്കാനായിട്ട് 2 കാര്യങ്ങളെ നിങ്ങളുടെ മുമ്പിൽ പറയാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. ഒന്നാമതായി എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ദൈവത്തിൽ ആഴമേറിയ ശരണം ഉണ്ടാകാനായിട്ട് നമ്മൾ ദൈവം വേണ്ട സമയത്ത് നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമെന്നങ്ങ് വിശ്വസിക്കണം. അതിങ്ങനെ എക്സ്പീരിയൻസ് ചെയ്യുക. ഓരോ സമയവും വേണ്ട സമയത്ത് ദൈവം എൻ്റെ ജീവിതത്തിൽ അങ്ങ് ഇടപെടുമെന്ന് വിശ്വസിക്കുക. ഹെബ്രായ ലേഖനം 4-ാമത്തെ അധ്യായം 16-ാമത്തെ തിരുവചനം എങ്ങനെയാണ് പറയുന്നത്? വേണ്ട സമയത്ത് കൃപയും കരുണയും നൽകുന്ന കർത്താവിൻ്റെ സിംഹാസനത്തെ പ്രത്യാശയോടെ നീ അങ്ങ് സമീപിക്കുക. നീ പ്രത്യാശയോടെ അങ്ങ് പൊക്കോ കർത്താവിൻ്റെ അടുത്തേക്ക്. ഹെബ്രായ ലേഖനം 2-ാം അധ്യായം 18-ാമത്തെ തിരുവചനം അങ്ങനെ തന്നെ പറയുന്നത്, അവൻ പീഡ സഹിച്ചതുകൊണ്ട്, നമുക്ക് വേണ്ടി പീഡ സഹിച്ചതുകൊണ്ട് അവൻ അറിയാം നിൻ്റെ വേദന എന്താണെന്ന്. പീഡ സഹിക്കുന്ന എല്ലാവരുടെ അടുത്തും അവൻ കരുണ കാണിക്കും. അപ്പം നമ്മൾ വിശ്വസിക്കുന്നത് എന്നാ? എൻ്റെ കർത്താവ് വേണ്ട സമയത്ത്, ഞാൻ രോഗിയാണോ, പീഡിപ്പിക്കപ്പെടുന്നോ, അതോ എനിക്ക് തളർച്ചയിലൂടെ കടന്നു പോകുന്നുണ്ടോ, കർത്താവിന് ഇതെല്ലാം അറിയാം. കർത്താവിന് ഇതെല്ലാം അറിയാം. വേണ്ട സമയത്ത്, കാരണം കർത്താവിന് അറിയാവുന്നതുകൊണ്ട് വേണ്ട സമയത്ത് അവിടുന്ന് തരും. അവിടുന്ന് അവിശ്വസ്തനായിരിക്കുമോ? ഒരിക്കലുമില്ല. ദൈവം ഒരിക്കലും അവിശ്വസ്തനാവില്ല. കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം 10-ാം അധ്യായം 13-ാമത്തെ തിരുവചനം ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം എപ്പോഴും വിശ്വസ്തനാണ്. ദൈവം എപ്പോഴും വിശ്വസ്തനാണ് മക്കളെ. 2ാമതായിട്ട് നമ്മൾ ദൈവത്തിൽ കോൺഫിഡൻസ് ഉണ്ടാകാനായിട്ട് ദൈവത്തിൻ്റെ ശക്തിയെപ്പറ്റി ധ്യാനിക്കുക. ആദ്യം വേണ്ട സമയത്ത് കർത്താവ് എല്ലാം തരും എന്നുള്ളതിനെക്കുറിച്ച് ധ്യാനിക്കുക. 2 ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ധ്യാനിക്കുക. ദൈവത്തിന് വല്ലതും അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ 18-ാമത്തെ അധ്യായം 14-ാമത്തെ തിരുവചനത്തിൽ ഇങ്ങനെ പറയാം, എനിക്ക് എന്തെങ്കിലും നിനക്ക് വേണ്ടി ചെയ്തു തരാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടുമില്ല. കർത്താവിൻ്റെ വചനം വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്. ജെറമ്യാ പ്രവചനം 32-ാമത്തെ അധ്യായം 27-ാമത്തെ തിരുവചനം, എനിക്ക് അസാധ്യമായി എന്തെങ്കിലും ഉണ്ടോ? സർവശക്തനാണ് അവിടുന്ന്, അവിടത്തേക്ക് അസാധ്യമായി ഒന്നും തന്നെ ഇല്ല എന്ന് നമ്മൾ വിശ്വസിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 37-ാമത്തെ തിരുവചനം, മത്തായിയുടെ സുവിശേഷം 19-ാമത്തെ അധ്യായം 26-ാമത്തെ തിരുവചനം പറയുന്ന കാര്യം, ദൈവത്തിന് എല്ലാം സാധ്യമാണ്. എല്ലാം സാധ്യമാണ്. ഈ 2 കാര്യങ്ങളൊന്ന് ധ്യാനിച്ചാൽ മതി എൻ്റെ പ്രിയമുള്ള സഹോദരൻ. ഒന്ന്, വേണ്ട സമയത്ത് അവിടുന്ന് നിനക്ക് തരും. കാരണം അവിടുന്ന് എല്ലാത്തിലൂടെയും കടന്നു പോയിട്ടുണ്ട്. പീഡനത്തിലൂടെ കടന്നുപോയി, വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ട്. അവിടത്തേക്ക് അറിയാം നിനക്ക് ഏത് സമയത്ത് എന്താണ് തരേണ്ടത്. 2, അവിടുന്ന് അത് തരാൻ ശക്തിയുള്ളവനാണ്, സർവശക്തനാണ്. ഈ 2 കാര്യം ധ്യാനിക്കുക. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചിന്തിക്കുക. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നത് ചിന്തിക്കുക. നമ്മൾ ദൈവത്തിലുള്ള ആശ്രയത്വം നമ്മുടെ പതിയെ കൂടി വരും. നമ്മിൽ വിശ്വസിക്കുന്നതും ആശ്രയിക്കുന്നതും നമ്മളിൽ പതുക്കെ കുറഞ്ഞു വരും. ഈ 2 കാര്യങ്ങൾ കുറയണം. അതാണ് സ്നാപയോഹന്നാൻ പറഞ്ഞത്, ഞാൻ കുറയുകയും അവൻ വളരുകയും വേണം. ഇതാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഇത്ര നേരം പറയാനായിട്ട് ആഗ്രഹിച്ച കാര്യം. സ്നാപയോഹന്നാൻ പറഞ്ഞ ആ വചനമാണ്.
ഇത് നമ്മളിൽ നിറവേറാൻ വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കാം. ഞാൻ കുറയട്ടെ, എന്നിൽ ആശ്രയിക്കുന്നത്, എന്നിൽ വിശ്വസിക്കുന്നത്. ലോകം ഇതൊക്കെ പറയാം, വിശ്വസിച്ചോ ആശ്രയിച്ചോ എന്നൊക്കെ പറയാം. അത് കുറയട്ടെ. എന്നിട്ട് ദൈവത്തിൽ, ദൈവവചനത്തിൽ ആശ്രയിക്കുന്നത്, പൂർണ്ണമായി ആശ്രയിക്കുന്നത് വളരട്ടെ. നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം ഒന്ന് യാചിക്കാം. ഒന്ന് വിചിന്തനം ചെയ്യാം. ഞാൻ എവിടെയാണ് നിൽക്കുന്നത്? സ്വയം ആശ്രയിക്കുന്നവനാണോ? കർത്താവിൻ്റെ വചനം ഇങ്ങനെ പറയുന്നില്ലേ, തങ്ങളിൽ തന്നെ ആശ്രയിക്കുന്ന ഫരിസേയർ. അങ്ങനത്തെ ഒരു അവസ്ഥയാണോ എൻ്റെ? ഞാൻ നല്ലവനാണ്, മറ്റുള്ളവർ കുറച്ച് മോശമാണ്. ആ ഫരിസേയൻ അങ്ങനെ ചിന്തിച്ചു. ഈ നിൽക്കുന്ന ചുങ്കക്കാരനെ പോലെ അല്ല ഞാൻ കുറച്ചുകൂടി ബെറ്ററാണ്. അവനിൽ തന്നെ ആശ്രയിക്കുന്നു. ഞാൻ ചുങ്കം കൊടുക്കുന്നു, ഞാൻ പള്ളിക്ക് കൊടുക്കുന്നു, ഞാൻ ഉപവസിക്കുന്നു, ഞാൻ സിനഗോഗിൽ പോകുന്നു, ദേവാലയത്തിൽ പോകുന്നു. അങ്ങനെ നമ്മൾ കുറേ മെച്ചപ്പെട്ടവരാണ്. അങ്ങനെ നമ്മിൽ തന്നെ ആശ്രയിക്കുന്ന ഒരു അവസ്ഥയുണ്ടോ? ഉണ്ടെങ്കിൽ അത് പൊട്ടിപ്പോകട്ടെ ഈ സമയം. എന്നിട്ട് ചുങ്കക്കാരനെ പോലെ മാറത്തടിച്ച്, കർത്താവെ ഞാൻ ഒന്നുമല്ല, പാപിയാണ്. എഫെസോസ് 2:8 നമ്മിൽ നിറവേറട്ടെ. കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്, കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെട്ടത്. ഇത് നിറവേറട്ടെ. പരിശുദ്ധ കന്യകാമാതാവെ, ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോൾ ഞാൻ മരണസമയത്ത് തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.